So in the last lecture we discussed about how to solve a differential equation using Laplace transform. So let's go to the first problem. The problem given is use unilateral Laplace transform to determine the output of a system described by the differential equation given d square by dt y of t plus 5 d by dt of y of t plus 6 y of t equal to d by dt of x of t plus 6 x of t. In response to the input x of t equal to u of t, assume the initial conditions given. അപ്പോൾ ഇവിടെ ഇപ്പം എക്സ് ഓഫ് ടി ഈക്വൽ ടു യു ഓഫ് ടി എന്ന് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയും ചോദിക്കാം, ഫൈൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. സ്റ്റെപ്പ് റെസ്പോൺസ് മീൻസ് വെൻ ദ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു യൂണിറ്റ് സ്റ്റെപ്പ്. അപ്പോൾ അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, എന്താ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുക. പിന്നെ എന്ത് പറയുന്നുണ്ട്, ഐഡൻറ്റിഫൈ ദ ഫോഴ്സ്ഡ് ആൻഡ് നാച്ചുറൽ റെസ്പോൺസ്. ഫോഴ്സ് റെസ്പോൺസും നാച്ചുറൽ റെസ്പോൺസും കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിരിക്കുന്നത് കാരണം നമ്മൾ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയറിനെ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞേക്കുന്നത്, എസ് സ്ക്വയർ വൈ ഓഫ് എസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ വൈ ഓഫ് ടീനെ എനിക്ക് എങ്ങനെ എഴുതാം, എസ് സ്ക്വയർ വൈ ഓഫ് എസ് മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0. ഇങ്ങനെ ഞാൻ എന്തിനു എഴുതിയേക്കാം, ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ എഴുതിയേക്കുന്നത്. പ്ലസ് 5 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് ടീനെ എങ്ങനെ എഴുതി, എസ് ഇൻറ്റു വൈ ഓഫ് എസ് മൈനസ് വൈ ഡാഷ് ഓഫ് 0. ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്ലസ് 6 വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് എസ് ഓഫ് എക്സ് ഓഫ് ടീനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് പ്ലസ് 6 ഇൻറ്റു എക്സ് ഓഫ് എസ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കാം, ഇത് ഇൻപുട്ടാണ്, ഇതിന് ഇനിഷ്യൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടീനെ എന്തെന്ന് എഴുതി, എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് നമ്മൾ ഡയറക്റ്റ് എഴുതി. 6 എക്സ് ഓഫ് ടീനെ എന്തെന്ന് എഴുതി, 6 ഇൻറ്റു എക്സ് ഓഫ് എസ് എന്നും എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് വൈ ഓഫ് എസിൻ്റെ ടേംസ് സെപ്പറേറ്റ് ചെയ്യണം. എക്സ് ഓഫ് എസ് നമ്മളിവിടെ ഓൾറെഡി സെപ്പറേറ്റ് ചെയ്തു. സോ എന്ത് ചെയ്തു, വൈ ഓഫ് എസ് ഇൻറ്റു വൈ ഓഫ് എസിൻ്റെ ടേംസ് ഏതൊക്കെയാണ്, എസ് സ്ക്വയർ പ്ലസ് 5 എസ് പ്ലസ് 6, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ദെൻ മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 മൈനസ് 5 വൈ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു ഒരു ടേം നമുക്കുണ്ട്. ഇനി ഈ ടേംസ് എല്ലാം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. വൈ ഓഫ് 0 തന്നിട്ടുണ്ട്, വൈ ഡാഷ് ഓഫ് 0യും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു, ഔട്ട്പുട്ടാണ്, ദാറ്റ് ഈസ് വൈ ഓഫ് ടി. അപ്പോൾ വൈ ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ വൈ ഓഫ് എസ് നമ്മുടെ കയ്യിൽ വേണം അല്ലേ. അപ്പോൾ വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താ തന്നേക്കുന്നത്, വൈ ഓഫ് എസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ടേമിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ അത് എഴുതിയേക്കുന്നത് എസ് പ്ലസ് 6 ഇൻറ്റു എക്സ് ഓഫ് എസ് പ്ലസ് ഈ ടേംസിനെല്ലാം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി ഡിവൈഡഡ് ബൈ ദിസ് ടേം. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് ഐഡൻറ്റിഫൈ ദ ഫോഴ്സ്ഡ് ആൻഡ് നാച്ചുറൽ റെസ്പോൺസ്. ഫോഴ്സ്ഡ് റെസ്പോൺസും നാച്ചുറൽ റെസ്പോൺസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്തതനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും, ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഇല്ലാതെ ഇനിഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ടുള്ള റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ടേം എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള കണ്ടീഷനാണ്. ഇതെന്ന് പറയുന്നത് 0 സ്റ്റേറ്റ് റെസ്പോൺസാണ്. അതായത് എന്താണ്, ഇനിഷ്യൽ കണ്ടീഷൻസ് 0 ആയിട്ടുള്ള കണ്ടീഷനിലെ ടേമാണ് ഇത്. അപ്പോൾ 2 ടേംസ് ഉണ്ട്, ഒന്ന് ഫോഴ്സ്ഡ് റെസ്പോൺസും ഇത് നാച്ചുറൽ റെസ്പോൺസും. ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഞാൻ ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ, നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴാണ് കിട്ടിയേക്കുന്നത്, ഞാൻ എപ്പോഴാണോ എന്ത് ചെയ്തേക്കുന്നത്, ഇനിഷ്യൽ കണ്ടീഷൻസിൽ എനിക്ക് കിട്ടിയേക്കുന്ന റെസ്പോൺസ്. ഇനി ഇവിടെ എന്താ ചെയ്തേക്കുന്നത്, വൈ ഓഫ് 0ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, വൈ ഓഫ് 0 ഈക്വൽ ടു 1, വൈ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 2 ആൻഡ് പ്ലസ് 5 ഇൻറ്റു വൈ ഡാഷ് ഓഫ് 0. ഇവിടുത്തെ ടേം എന്ന് പറയുന്നത് എസ് ഇൻറ്റു വൈ ഓഫ് എസ് മൈനസ് വൈ ഓഫ് 0 എന്നാണ് കേട്ടോ. y of 0 is equal to 1. അതുകൊണ്ടാണ് ഇവിടെ
5 ഇൻറ്റു 1 എന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് ഇൻറ്റു വൈ ഓഫ് എസ് മൈനസ് വൈ ഓഫ് 0 എന്നാണ്. സോ അപ്പോൾ എന്ത് ചെയ്തു 5 എന്ന് കിട്ടി. അപ്പോൾ ടേംസിനെ നമ്മൾ എങ്ങനെ എഴുതി എസ് പ്ലസ് 6 ബൈ എസ് ഇൻറ്റു ഇവിടെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് വെച്ചേക്കുവാണ് പ്ലസ് എസ് പ്ലസ് 7 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 ഇതിനെ നമ്മൾ എന്ത് ചെയ്തു ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നുണ്ട് ദിസ് ഈസ് ഫോഴ്സ്ഡ് റെസ്പോൺസ് ആൻഡ് ദിസ് ഈസ് നാച്ചുറൽ റെസ്പോൺസ്. ഇനി ഇവിടെ നമ്മൾ എക്സ് ഓഫ് എസ് നമുക്കറിയാം. എക്സ് ഓഫ് ടി എന്താണെന്ന് എക്സ് ഓഫ് എസ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എക്സ് ഓഫ് ടി എന്താണെന്ന് തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും 1/s. അതുകൊണ്ടാണ് ഇവിടെ ഈ 1/s എഴുതിയേക്കുന്നത്. എനിക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഓഫ് എസ് വേണം. അതിന് വേണ്ടിയിട്ട് അവർ എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് എഴുതണം എക്സ് ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദിസ് ഈസ് ഫോഴ്സ്ഡ് റെസ്പോൺസ് ആൻഡ് ദിസ് ഈസ് നാച്ചുറൽ റെസ്പോൺസ്. ഇനി അതിനെ എന്ത് ചെയ്യണം നമ്മൾ നോർമലി സോൾവ് ചെയ്യുന്ന കണക്ക് ഇത് സോൾവ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം വൈ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ഞാൻ കോഎഫിഷ്യൻറ്റ് എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് 2 പ്ലസ് സി ബൈ എസ് പ്ലസ് 3 പ്ലസ് ഇതിനെ എന്ത് ചെയ്തു ഞാൻ ഈ പറഞ്ഞതുപോലെ ഫാക്ടറൈസ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടും ഇത്രയും ടേംസ് ഇതിപ്പോൾ ഇത് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഫോഴ്സ്ഡ് റെസ്പോൺസ് മാത്രം കണ്ടുപിടിച്ചു. സിമിലർലി നമ്മൾ എന്തും കണ്ടുപിടിക്കണം നാച്ചുറൽ റെസ്പോൺസും കണ്ടുപിടിക്കണം. നാച്ചുറൽ റെസ്പോൺസ് എന്ത് കിട്ടും എ ബൈ എസ് പ്ലസ് 2 പ്ലസ് ബി ബൈ എസ് പ്ലസ് 3 അത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നാച്ചുറൽ റെസ്പോൺസും കിട്ടും. അപ്പോൾ ടോട്ടൽ റെസ്പോൺസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഫോഴ്സ് റെസ്പോൺസ് പ്ലസ് നാച്ചുറൽ റെസ്പോൺസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇൻപുട്ട് കണ്ടുപിടിക്കുക. ഇനി നമ്മളോട് ചോദിച്ചിരുന്നത് ഇമ്പൾസ് റെസ്പോൺസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് എസ് എന്ന് വരും അതായത് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഡെൽ ഓഫ് ടി. ഇമ്പൾസ് സിഗ്നൽ ആണെങ്കിൽ എക്സ് ഓഫ് എസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആയതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് വന്നു 1/s വന്നു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടാണ് കണ്ടുപിടിക്കേണ്ടത് വൈ ഓഫ് ടി. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്തു.